ഇനി നമ്മൾ പോകുന്നത് ആലപ്പുഴ തോട്ടപ്പള്ളിയിലേക്കാണ്. കഴിഞ്ഞ ഭരണകാലയളവിൽ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം സമര പോരാട്ടങ്ങൾ നടന്ന ഇടമാണ് ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി. തീരം നഷ്ടപ്പെട്ട ജനതയുടെ ആത്മരോഷം ഓരോ ഇടങ്ങളിലും പ്രകടമാണ്. ഖനന മേഖലയിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് നോക്കാം. ന്യൂസ് 18 റിപ്പോർട്ടർ ശരണ്യ സ്നേഹിതൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ന്യൂസ് 18 വാർത്താ സംഘം ഇപ്പോഴുള്ളത് ആലപ്പുഴ തോട്ടപ്പള്ളിയിലാണ്. അതായത് തോട്ടപ്പള്ളി പൊഴിമുഖമാണ് എനിക്ക് പിന്നിലായി കാണുന്നത്. തോട്ടപ്പള്ളി ഹാർബറിൻ്റെ ഭാഗമാണിത്. ഇപ്പോഴും ഇവിടെ കഴിഞ്ഞ ഒക്ടോബർ വരെ മണ്ണെടുപ്പ് തുടർന്നിരുന്നു എന്നുള്ളതാണ്. അതിനിയും തുടരും എന്നുള്ളതാണ്. LDF സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും അധികം പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും വേദിയായ തോട്ടപ്പള്ളിയാണ് ഇത്. ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ നോക്കി കാണുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു വിഷയം തന്നെയാണ്. അതിനോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഒരുപക്ഷെ ഇത്രയധികം നാൾ നീണ്ട ഒരു സമരം ഉണ്ടായിട്ടില്ല എന്ന് പറയാം. 1600 ദിവസങ്ങൾക്ക് മേലായി തോട്ടപ്പള്ളിയിലെ ജനത അവരുടെ മണ്ണും ഭൂമിയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സമര പോരാട്ടത്തിലാണ്. ആ സമരത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ 1600 ദിവസം നേരിടുന്നൊരു സമരം കൂടി എത്തിയിരിക്കുന്നു. സാറ്, വലിയ പ്രക്ഷോഭങ്ങൾക്ക് വേദിയായൊരു സ്ഥലമാണ് തോട്ടപ്പള്ളി അല്ലേ? ഇപ്പോൾ തോട്ടപ്പള്ളിയുടെ ഈ സമരം 1600 ദിവസങ്ങൾക്ക് മേൽ പിന്നിടുകയും ചെയ്യുന്നു. ഒരു കാലം ഒരുപാട് പോയി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്തേക്ക് എത്തിയിരിക്കുന്നു. എങ്ങനെ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ നോക്കിക്കാണുന്നു? കാരണം തോട്ടപ്പള്ളിക്കാർക്ക് അത്രയധികം സങ്കടങ്ങളും നഷ്ടങ്ങളും ഉണ്ടായ ഒരു കാലഘട്ടമാണ്. 1631 ദിവസം പിന്നിടുകയാണ് ഇന്ന്. ഇത്രയും ദിവസം പിന്നിടുമ്പോൾ നമ്മൾ നടത്തിയ ഐതിഹാസികമായ സമരങ്ങളും നിയമ പോരാട്ടങ്ങളും എല്ലാവരുടെയും മനസ്സിൽ ഒരു വിങ്ങലായിട്ട് അവശേഷിക്കുകയാണ്. ഞങ്ങൾ കണ്ടതിനൊക്കെ അപ്പുറത്തേക്ക് ജനങ്ങളിൽ വലിയൊരു പ്രതിഷേധം ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം ഒരു കാലഘട്ടത്തിൽ 2002, 2004 കാലഘട്ടത്തിൽ ഖനനത്തിനെതിരായി നിലപാട് സ്വീകരിച്ച LDF ഗവൺമെൻറ് വലിയ ആരാധനയോടുകൂടിയാണ് LDFനെ അന്ന് ജനങ്ങളെ നെഞ്ചിലേറ്റിയത്. അവർ ഭരണത്തിൽ വന്നപ്പോൾ ഖനനത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് നീതീകരിക്കാനാവാത്ത ഒരു പ്രശ്നം. ഈ തീരത്തൊട്ടാകെ 736 വീടുകളാണ് പോയത് 7 പഞ്ചായത്തുകളിലായി. കുട്ടനാട് ഇപ്പോൾ ഒന്ന് സഞ്ചരിച്ചേ, ഇപ്പം ഭയങ്കരമായ വേലിയേറ്റം, ഉപ്പുള്ള വേലിയേറ്റം നടന്നിട്ട് മട വീഴുകയാണ്. അപ്പർ കുട്ടനാടിലെ കർഷകരെല്ലാം അവരുടെ കൃഷി നശിച്ചു. നെല്ലിന് വിലയില്ല. കഴിഞ്ഞ ദിവസം ഒരു കർഷകൻ പറഞ്ഞത് മറ്റ് പണി അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് കൃഷി ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പർ കുട്ടനാടിലെ നെല്ലെടുക്കാൻ കമ്പനികൾ വരുന്നില്ല, ക്വാളിറ്റി ഇല്ല. കാരണം എന്താ? ഇപ്പോൾ ഈ പൊഴിമുഖത്തോട്ടം നോക്കിക്കേ, ഈ വലിച്ച് കീറി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇത് അടഞ്ഞിരിക്കേണ്ട സ്ഥലമാണ്, അത് തുറന്ന് വെച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഇപ്പോൾ വൃശ്ചിക വേലിയേറ്റമാണ്. ഈ വൃശ്ചിക വേലിയേറ്റത്തിലൂടെ കഠിനമായ അളവിൽ ഈ സാൾട്ട് വാട്ടർ, ഈ ഉപ്പുവെള്ളം കയറിയിട്ട് പള്ളാത്തുരുത്തി ഭാഗത്തൊക്കെ ഉപ്പ് നോക്കിയാൽ 14 ppm മേലെയാണ്. 2 ppm മേലെ വന്നാൽ കൃഷി ചെയ്യാൻ പറ്റൂല. ഒരു പക്ഷേ കുട്ടനാടെന്ന് പറയുന്ന ഒരു പ്രദേശം കൃഷിക്ക് അനുയോജ്യമല്ലാത്ത ഒരു സ്ഥലമായിട്ട് മാറും. അതുകൊണ്ട് ഇവിടെ മത്സരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളും ഈ വിഷയത്തിൽ അവരുടെ അഭിപ്രായം പറയണം. അവരുടെ സ്റ്റേറ്റ്മെൻറ്റിലൂടെ അവർ പറഞ്ഞില്ലെങ്കിൽ അവർ ഖനനാനുകൂലിയാണെന്ന് നമ്മൾ മനസ്സിലാക്കി വോട്ടർമാർ, ജനാധിപത്യത്തിൽ ഒരു വോട്ടറിന് കിട്ടുന്ന ഏറ്റവും വലിയ അവകാശമാണ് അത്, ഖനനാനുകൂലികൾക്ക് ഞാൻ വോട്ട് ചെയ്യത്തില്ല എന്ന് തീരുമാനമെടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ ആലപ്പുഴ ജില്ല നാളെ ഇവിടെ കാണൂല. അതുകൊണ്ട് ഈ നമ്മുടെ പൗരാവകാശമാണ്, ജനാധിപത്യത്തിലെ ഒരു പൗരാവകാശമാണ് വോട്ടിംഗ് എന്ന് പറയുന്നത്. ആ വോട്ട് ഖനനാനുകൂലികൾക്കില്ല എന്ന് ഓരോ വോട്ടറും തീരുമാനിക്കത്ത തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിലും ഞങ്ങളിത് തീരത്തൊട്ടാകെ ഉയർത്തി. അതിൻ്റെ ഫലം കണ്ടു എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് ഈ തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിലും ഈ തീരത്തൊട്ടാകെ ഈ ലോകത്ത് നടന്ന ഏറ്റവും വലിയ അഴിമതി, പരിസ്ഥിതി വിരുദ്ധ പ്രവർത്തനം ജനങ്ങളുടെ മുന്നാകെ തുറന്ന് കാണിക്കുക തന്നെ ചെയ്യും. ഞങ്ങൾക്ക് ഈ മണ്ണ് എടുത്തോണ്ട് പോകുന്ന നിർത്തണം, അതാണ് മെയിനായിട്ട് വേണ്ടത്. അതെല്ലാവരോടും പറയുന്നുണ്ടോ? പറയുന്നുണ്ട്. അമ്മയടുത്ത് ചോദിക്കാം. ആണോ നിൽക്കുന്നത് ഇലക്ഷൻ നിൽക്കുന്നുണ്ടോ? ആരാ നിൽക്കുന്നേ? ഹസ്ബൻഡ്. ഏത് പാർട്ടിയിലാണ്? കോൺഗ്രസിന്റെ. ഇത് നോക്കി അങ്ങോട്ട്, ഇലക്ഷൻ നിൽക്കുന്ന ആളുടെ ഭാര്യയാണ് ഇരിക്കുന്നത്. ഇത്തവണ ഏത് വാർഡാ? 9ാം വാർഡ്. അപ്പോൾ ഈ കരിമണൽ ഖനനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകുന്നുണ്ടോ? തീർച്ചയായിട്ടും. അത് ഇപ്പൊ ഇനി അടുത്ത പഞ്ചായത്ത് വരുമ്പോൾ അങ്ങനെ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പിന്നെ
ആഞ്ഞു പിടിക്കുക കോൺഗ്രസ് വരട്ടെ എന്നും പറഞ്ഞു. ആ ഇപ്പം മണ്ണ് കുഴിച്ച് ഞങ്ങളുടെ ജീവിതം കൂടെ കുഴിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ ജീവിതം കൂടെ കുഴിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഇപ്പം കുറേ കാലം കഴിയുമ്പോൾ ഞങ്ങളൊക്കെ ഈ മണ്ണിനടിയിലോട്ടങ്ങ് പോകും, കടലിൻ്റെ അടിയിലോട്ടങ്ങ് പോകും. ആ ഒരവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ അത് മാറണം എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ട് ഞങ്ങൾക്ക്. കരിമണൽ മത്സ്യത്തൊഴിലാളികളുടെ നാശത്തിൻ്റെ ഒരു കാരണമാണ്. കാരണം നിങ്ങൾ ഈ കാണുന്ന ഈ ദ്വീപ്, ഈ കായലെന്ന് പറയുന്നത് ഈ പ്രദേശം മുഴുവൻ മണ്ണുകൾ വലിച്ചു മാറ്റിയിരിക്കുക. ഞങ്ങളെ ഈ വള്ളങ്ങളൊക്കെ ഈ അപകട അവസ്ഥയിലാണ് ഏറ്റവും വലിയ. കരിമണൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജനിച്ചു വളർന്ന ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഇവിടെ വസിക്കുന്ന ഞങ്ങൾക്ക് ഇവിടം കൊണ്ട് ജീവിക്കാൻ പറ്റും. ഇവിടെ നിന്ന് മാറി താമസിച്ചാൽ ഞങ്ങൾക്ക് മറ്റു തൊഴിലറിയില്ല. അപ്പോൾ ഇവിടുത്തെ ഉപജീവന മാർഗം മത്സ്യബന്ധനമാണ്. അതുകൊണ്ട് തന്നെ ഈ തീരദേശത്ത് ജീവിക്കേണ്ടതാണ് അനിവാര്യം. എത്ര ആളുകൾക്ക്, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇവിടെ അമ്പലപ്പുഴ താലൂക്കിൽ ഏകദേശം ഒരു 1000-ലധികം വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 1000-ലധികം അമ്പലപ്പുഴ താലൂക്ക്. ഞാൻ ദ്വീപരസഭയുടെ അമ്പലപ്പുഴ താലൂക്കിൻ്റെ പ്രസിഡന്റാണ്. എന്ത് മറുപടിയാണ് നൽകുന്നത്? ഇപ്പോൾ ഇലക്ഷൻ ആയിട്ടുണ്ടല്ലോ, എല്ലാവരും വോട്ടൊക്കെ ചോദിച്ചു വരുന്നുണ്ട്. ഇതിനൊക്കെ, ഈ നഷ്ടങ്ങൾക്കൊക്കെ എന്ത് മറുപടിയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്നത്? വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നമുക്കറിയാം. UDF ഗവൺമെൻറ് ഭരിച്ചിരുന്ന സമയത്ത് കരിമണൽ ഖനനം ഉണ്ടായിരുന്നു. ആ സമയത്ത് LDF മുന്നണി സമരം ചെയ്തു. LDF ഗവൺമെൻറ് വന്നതും നമുക്ക് ശരിക്കും കരിമണൽ ഖനനം അവസാനിപ്പിക്കാം എന്നുള്ള വാഗ്ദാനത്തിലാണ്. പക്ഷേ LDF ഗവൺമെൻറ് വന്നപ്പോഴും അതിൽ പൂർവാധികം ഭംഗിയായി വളരെ കാര്യമായ രീതിയിലാണ് കരിമണൽ ഖനനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് മത്സ്യത്തൊഴിലാളികൾ ഞങ്ങളെ സമീപിക്കുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കരിമണൽ ഖനനം അവസാനിപ്പിക്കാം എന്നുള്ള പാഴ്വാക്കുകൾ ഇപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഒരു വെള്ളത്തിൽ വരയായിട്ട് ഞങ്ങൾക്ക് കാണാൻ സാധിക്കും. വിശ്വാസത്തിലെടുക്കുന്നില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ, തീരദേശവാസികൾ ഈ പറയുന്ന വാക്കുകളൊന്നും വിശ്വാസത്തിലെടുക്കാൻ സാധിക്കത്തില്ല. കാരണം എത്രയോ കാലങ്ങളായിട്ട് ഞങ്ങൾ അനുഭവിക്കുകയാണ്. അതായത് ഞങ്ങളുടെയൊക്കെ ആണുങ്ങൾ കടലിൽ മീൻ പിടിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ മണ്ണെടുപ്പ് കാരണം ഒരു മത്സ്യം പോലും ഇല്ല. ഇപ്പം ഒരു 1.5 വർഷം കൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു പണിയുമില്ല. ഈ മണ്ണെടുപ്പാണ് ഇതിൻ്റെ കാരണമെന്നാണ് നമുക്ക് ബോധ്യമാകുന്നത്. പിന്നെ ഈ തീരത്ത് താമസിക്കുന്ന ഞങ്ങൾ ഈ തീരം വിട്ട് പോയാൽ ഞങ്ങളുടെ ജീവന് ഭീഷണിയാണ്. കാര്യം ജീവിക്കാൻ മാർഗ്ഗമില്ല. അതുകൊണ്ട് വോട്ട് സജീവമായി ആർക്ക് ചെയ്യണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങളിപ്പോൾ ഈ ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു സമയം തെരഞ്ഞെടുപ്പ് കാലം തന്നെയാണല്ലോ. അപ്പോൾ വരുന്ന ആളുകളോട് നിങ്ങൾ ഈ വിഷയങ്ങൾ പ്രത്യേകിച്ച് ഇടത് മുന്നണിയുടെ ആളുകളായി എത്തുന്നവരോട് നിങ്ങൾ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ടോ? ഈ സംബന്ധിച്ച് എന്തെങ്കിലും ഉറപ്പ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്നുണ്ടോ? ഉറപ്പൊന്നും അവരാരും നൽകുന്നില്ല. അതുകൊണ്ട് ആർക്ക് വോട്ട് ചെയ്യണ്ട എന്നുള്ള മനസ്ഥിതി എത്തിയിരിക്കുകയാണ്. കാര്യം ഞങ്ങളുടെ ജീവന് ഭീഷണിയായി നിൽക്കുന്ന സ്ഥാനത്ത് ഞങ്ങൾ ആരെയും വിജയിപ്പിക്കേണ്ടെന്ന് കരുതുന്നു. കാര്യം ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ ഇതിന് സമരത്തിലേക്ക് പോയിട്ട് ഒരു മറുപടിയും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇതിനൊരു പര്യവസാനം ഉണ്ടാകുമെന്നുള്ള ആണ് എനിക്ക് പറയാനുള്ളത്. ഇതിന് ഒരു പര്യവസാനം ഉണ്ടായില്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തത് ഞങ്ങൾ കാണിച്ചു കൂട്ടും. എന്തിനാണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത്? ഈ കടപ്പുറ ഏരിയയിൽ ഞങ്ങൾ ജീവിക്കുന്നെങ്കിൽ ഞങ്ങളുടെ ജീവൻ്റെ കാര്യത്തിന് ഒരു ഉത്തരവാദിത്വം ഈ സർക്കാർ, ഏത് സർക്കാർ ഇനി വന്നാലും അവരിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഇതല്ലായിരിക്കും ഇനി കാണിക്കുന്നത്. ഞങ്ങൾ ആരെങ്കിലും മരിക്കാൻ തയ്യാറാകും. എന്തൊക്കെ നഷ്ടങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു ഖനനം മൂലം ഈ പ്രദേശത്ത് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? എത്രയോ വീടുകളില്ലാതായി, എത്രയോ പേർക്ക് മീൻ പിടിക്കാൻ പോയാൽ മീനും കിട്ടുന്നില്ല, ഒന്നുമില്ലാതെ മത്സ്യത്തൊഴിലാളികളെല്ലാം മരണത്തിലേക്ക് പോകുക. കിട്ടുന്ന മീനുമില്ല, വിലയുമില്ല, ഇവിടുത്തെ പോകാനും പറ്റുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വീഴ്ചകളാണ് ഈ മണ്ണെടുപ്പിലൂടെ ഉണ്ടാകുന്നത്. ഒരുപാട് സമരങ്ങൾക്ക് തോട്ടപ്പള്ളി വേദിയായിട്ടുള്ളതാണല്ലോ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് എന്നൊരു മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക്, അല്ലെങ്കിൽ വോട്ട് ചോദിച്ചെത്തുന്ന ആളുകളോട് എന്താണ് തോട്ടപ്പള്ളിക്കാർ പറയാൻ ആഗ്രഹിക്കുന്നത്? തോട്ടപ്പള്ളിക്കാർ ഞങ്ങൾക്ക് ഈ മണ്ണെടുപ്പ് ഇവിടെ അവസാനിപ്പിക്കണം. ഒരു നല്ല ഒരു കാഴ്ചപ്പാട് ഏത് ഭരണകർത്താക്കൾ വന്നാലും നല്ല ഒരു രീതിയിലായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. ഈ മാതിരിയുള്ള കൊള്ളയ്ക്കും കൊമയ്ക്കും സാധ്യമല്ല. ഈ മണ്ണിടിച്ചിൽ നിർത്തണമെന്ന് പറഞ്ഞ് ഞങ്ങൾ സമരം ചെയ്ത് ഞങ്ങൾ കുഴഞ്ഞു. ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം അത് പറ. ഇപ്പോൾ റോഡിന്റെ പടിഞ്ഞാറ് ഭാഗത്താണോ വീട്? എന്താണ് അവിടെ ഒരു അവസ്ഥ? അവിടെ ഇപ്പം കടലിങ്ങോട്ട് വരുക, ഇങ്ങോട്ട് കയറി വരുക. സീവാള് മൊത്തം പോയിട്ട് കടലടിക്കുന്നെങ്കിൽ ഇപ്പുറത്തോട്ട് സൈഡിലാണ് വന്നടിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ വീടുകളിൽ നല്ല കുലുക്കവും സംഭവിക്കുന്നു. കരിമണൽ ഖനനത്തിന് എതിരായിട്ട് നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ കരകളെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഈ
പ്രദേശത്തെ വീടുകളും ചെറിയ ഈ തീരദേശത്തുള്ള വീടുകളും ഒക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ആ മണലാണ് ഇവിടെ വന്ന് അടിഞ്ഞു കയറുന്നത്, അവർ വാരിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഖനനാനുകൂലികൾക്ക് ഞങ്ങൾ എന്തായാലും വോട്ട് ചെയ്യത്തില്ല ഇവിടെ, ഒരിക്കലും കൊടുക്കത്തില്ല, വോട്ട് ചെയ്യാനേ പോകത്തില്ല. അല്ല ഞങ്ങളുടെ മറ്റു പാർട്ടികൾക്ക് ഇതിന് ഞങ്ങളുടെ കൂടെ സഹകരിച്ച് നിൽക്കുന്നവർക്കൊക്കെ വോട്ട് കൊടുക്കും. സർക്കാരാണ് ഇപ്പോൾ ഈ മണൽ വാരിക്കൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം കൊണ്ടുപോയിരിക്കുന്ന സർക്കാരാണ്. സർക്കാരിനെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കും. ഞങ്ങൾ ആരും കൊടുക്കത്തില്ല, ഈ പ്രദേശത്തുള്ളവരാരും കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ ഞങ്ങളിവിടെ വൈകിട്ട് ഒരു സഭ കൂടലുണ്ട്, ഇവിടെ ആൾക്കാരെല്ലാം കൂടി പെണ്ണുങ്ങളും ഒക്കെ ഇങ്ങനെ അയൽക്കൂട്ടക്കാരും ഒക്കെ ഇങ്ങനെ കൂടലുണ്ട്. അവരിൽ നിന്നൊക്കെ ഉള്ള അഭിപ്രായം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ ഇങ്ങനെ മിക്കവാറും വരും. പിന്നെ ഒന്നുപറ്റയൊക്കെ ഉണ്ട്, ഒന്നുപറ്റ ആൾക്കാരൊക്കെ അവരുടെ കൂടെ കാണും, അവരുടെ പാർട്ടിയും പിടിച്ച് ഞാൻ കിടക്കുന്നതല്ലേ, അപ്പോൾ അവരവരോടൊക്കെ അനുകൂലിച്ച് നിൽക്കും. വലിയ ശക്തമായ പ്രതിഷേധം കാണിക്കാൻ ഈ തെരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കുമെന്നാണ് പറയുന്നത്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. താങ്കളുടെ വീടിന്റെ പിൻഭാഗമാണ് ഏറ്റവും കൂടുതൽ മണ്ണ് പോയ സ്ഥലം. ഇപ്പം ഒരു 100 മീറ്റർ പോലും ഇല്ല. കടല് പിന്നെ ഇപ്പം അടുത്ത കടൽക്ഷോഭം എല്ലാം ഉണ്ടായിരുന്നതിന് ഇവിടെ എല്ലാം പോകും. ഓരോ ദിവസവും ദുരിത സമാനമായ സാഹചര്യത്തിലൂടെയാണ് മത്സ്യത്തൊഴിലാളികൾ കടന്നു പോകുന്നത്. അതിനുമേൽ ഇരുട്ടടി പോലെയാണ് കരിമണൽ ഖനനം ആലപ്പുഴയുടെ തീരങ്ങളിലേക്ക് എത്തിയത്. വലിയ പ്രതിഷേധവും സങ്കടവും മത്സ്യത്തൊഴിലാളികൾക്ക് ഒന്നടങ്കമുണ്ട്. അത് തിരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നത് വേണം വോട്ടെണ്ണൽ ദിവസം കാത്തിരുന്നു കാണാൻ. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.